ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ലതാ ജയകുമാർ തൊമ്മച്ചാട്. ഇപ്പൊ ഒന്ന് രണ്ടാഴ്ചയായിട്ട് വീഡിയോസിലൊന്നും ഇങ്ങനെ വരാറില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് പേര് സ്നേഹാന്വേഷണങ്ങൾ അറിയിച്ചു, വിളിച്ചു ചോദിച്ചു ചിലരൊക്കെ. അപ്പൊ അതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ വേറൊന്നുമല്ല, സുഖമില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു പനി വന്നാൽ പിന്നെ വീണ്ടും കിടപ്പാവും. അപ്പൊ അങ്ങനെ കിടപ്പായിരുന്നു ഒന്നൊന്നര ആഴ്ചയായിട്ട്. അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് വായിൽ മൗത്ത് അൾസർ നേരിട്ടില്ലേ, വായിക്കുന്നു വന്നു. അപ്പൊ അതാണ് ഇപ്പൊ ഇന്ന് ഈ ടിപ്പായിട്ട് വരാൻ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ എല്ലാവർക്കും വരുന്ന തന്നെയാണ് വായിക്കുന്നു എന്ന സംഭവം. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ട് അറിയുന്നത് നമുക്ക് ഈ നാവിന്റെ ഈ സൈഡിലൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് നാവ് അനങ്ങി കഴിഞ്ഞാൽ പല്ലിൽ തൊടും, അപ്പൊ വേദന എടുക്കും, ജീവമോണ വേദനയായിരിക്കും. അപ്പൊ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പനി മാറി വലിയ കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് വന്നു കഴിഞ്ഞപ്പം പിന്നെ തീരെ മിണ്ടാനും വയ്യ. ഒരു ക്യാപ്സൂൾ എന്ന് പറഞ്ഞുള്ള ഗുളിക കഴിച്ചാൽ മതി. കാരണം വിറ്റാമിൻ ഡിയുടെ കുറവാണ് നോർമലി നമുക്ക് ഈ വരുന്ന വായ്പുണ്ണൊക്കെ. പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മരുന്നിന്റെ ചൂട് എല്ലാവർക്കും അറിയാലോ, ഒത്തിരി ചൂടുള്ള ടൈപ്പാണത്. അതിന്റെ കൂടെ പനിയുടെ മരുന്ന് വേറെ, പിന്നെ ഇൻഫെക്ഷൻ ആയപ്പോ ആന്റിബയോട്ടിക് വേറെ. അപ്പൊ അതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കലും ഇല്ലാണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാല് സുഖമില്ലാത്ത കാരണം, പനി അത്ര വല്ലാത്ത പനി വന്നപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ലല്ലോ. അപ്പൊ ഭക്ഷണം കൂടെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ അസുഖം വന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരുന്നെങ്കിലും പല കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് നാടൻ ഭാഷയിൽ പറയാൻ വയറിനകത്ത് പൊണ്ണ് നിറയുമ്പോഴാണ് അത് വായിലേക്ക് എടുക്കുന്നതെന്നൊക്കെ പറയാം. അപ്പൊ ഒരു കരിനച്ചി എന്ന് പറയും നാട്ടില്. അപ്പൊ അതിന്റെ ഇലകള് കടിച്ച് ചവച്ച് തുപ്പിയാൽ മതി. 2 ദിവസത്തിനുള്ളിൽ മാറേണ്ടതാണ് ചെറിയ നിസ്സാരാണെങ്കിൽ. അതേപോലെ തന്നെ ഉപ്പുവെള്ളം, ചൂടുള്ള വെള്ളത്തിൽ, സഹിക്കാവുന്ന ചൂടുള്ള വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട്, കല്ലുപ്പ് ഇട്ടിട്ട് കുളിപ്പിഴിഞ്ഞ, അല്ലെങ്കിൽ കവിൾപ്പുള്ള എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്താലും നമുക്ക് മാറും. ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള ചെയ്യാവുന്ന കേട്ടോ. ഇനി ഏറ്റവും വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മാറിയതെന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല. ഒരാഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞു വീക്കസുകളും അത് ക്യാപ്സ്യൂളും ഡോളോജലൊക്കെ അപ്ലൈ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ചേച്ചി എനിക്ക് അത് കരിമ്പുച്ചിരല കൊടുത്തയച്ചു. അത് കടിച്ചു തുപ്പിയിട്ടും അതിന്റെ കടിച്ച് ഞാൻ നീരിറക്കി, എന്നിട്ടൊന്നും കുറഞ്ഞില്ല. ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, അല്ലാതെ മാറിയില്ല. പക്ഷെ ഇന്നലെ എനിക്ക് എന്റെ നാത്തൂൻ, രണ്ടാമത്തെ ആങ്ങളുടെ ഭാര്യ, എന്റെ നാത്തൂൻ എന്നൊരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഞാൻ രാത്രി എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോഴേക്കും ഞാനിങ്ങനെ സംസാരിക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലാണ്. അപ്പൊ ഇങ്ങനെ അവ കാണിച്ചു തന്നപ്പോ ഞാൻ നാട്ടിൽ കാണിച്ചു കൊടുത്തു. ആൾ ഇന്നലെ കാലത്ത് എനിക്ക് കുറച്ച് മോര് കാച്ചി കൊടുത്തയച്ചു ആങ്ങളുടെ കയ്യില്. രാവിലെ ആണത് 8 മണിയായപ്പോഴാണ് കൊണ്ടുവന്നത്. അപ്പൊ തന്നെ ഞാൻ അതൊന്ന് കുറച്ചു നേരം അങ്ങനെ ഇങ്ങനെ ഒരു കവളെടുത്തിട്ട് പിടിച്ച് വെച്ചു വായില്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ്, അതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല. അത് കഴിഞ്ഞിട്ട് അത് ഇറക്കി. കാരണം മോരാണ്, നമുക്ക് തുപ്പിക്കളയുന്ന കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ അത് ചെയ്തു. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇപ്പൊ പൊടി കഞ്ഞിയാണ്. കാരണം അല്ലെങ്കിൽ കഞ്ഞിയാണ്. പനി വന്നപ്പോ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പൊടി കഞ്ഞി ആക്കിയതാണ് ഇപ്പൊ ഒരാഴ്ചയായിട്ട്. അപ്പൊ ഈ കഞ്ഞിയുടെ കൂടെ ഞാൻ ഈ മോരന്നെയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അത് കഴിച്ചപ്പോ തന്നെ നല്ല വ്യത്യാസം കണ്ടു. ഒറ്റൊരു ദിവസം കഴിച്ചപ്പോഴേക്കും നല്ല വ്യത്യാസം കണ്ടു. എനിക്ക് സംസാരിക്കാൻ ഒട്ടും പറ്റുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ പിന്നെ ആൾക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, താങ്ക്സ് പറഞ്ഞു. കാരണം എനിക്ക് സംഭവം കുറഞ്ഞു തോന്നുന്നുണ്ട്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ, അതുപോലെ. അപ്പൊ ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്കിപ്പോ ഞാൻ ഈ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം നിർത്താതെ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കേണ്ട ആളാന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അത് അങ്ങനെയുള്ള ഒരാൾക്ക് സംസാരിക്കാതിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ന് ഇഷ്ടംപോലെ സംസാരിക്കാൻ പറ്റി. ആണ് ഒറ്റമൂലി. ഈ മോര് കാച്ച, അധികം മുളക് ഇതിനൊന്നും ആവശ്യമില്ല, നല്ല പുളിയുള്ള മോര്. ഞാൻ ആദ്യം എന്നോട് ഒറ്റൊരു ദിവസം കൊണ്ട് മാറുന്നത്, അതാണ് ഏറ്റവും പ്രത്യേകത. ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെ മാറും എന്നുള്ളതാണ്. ഈ മറ്റുള്ളതൊക്കെ പറഞ്ഞത് കരിന്തച്ചിയുടെ ഇലയൊക്കെ നല്ലത് തന്നെയാണ്, ഉപ്പുവെള്ളം കഴുപ്പൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഏറെ ബെസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എത്ര സീരിയസ് ആയിട്ടുള്ള അസുഖമാണെങ്കിലും വയല് പുണ്ണ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കത് മാറി കിട്ടും. ഇനി ഞാൻ പിന്നെയും പറയുന്നു, പിന്നെ നമ്മൾ ഈ പറയുന്ന ഒറ്റമൂലികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ് അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് വന്നത്, എനിക്ക് ഇൻഫെക്ഷൻ വന്നതുകൊണ്ടാണ്, അതുപോലെ ഓവർ ആയിട്ടുള്ള മരുന്നിന്റെ ഡോസ് കൂടിയതുകൊണ്ടും ഒക്കെയാണ് എനിക്ക് ഈ അസുഖം വന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നോക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ലേഡീസ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു പീരിയഡ്സിന്റെ കുറച്ച് മുന്നോടിയായിട്ട് ഇങ്ങനെ വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ഉണ്ടാവും. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പരീക്ഷാ പേടി അങ്ങനെയൊക്കെ ഉള്ളപ്പോ നമുക്ക് ആൻഷ്യസ് ആയിട്ടിരിക്കുക, അല്ലാതെ ടെൻഷൻ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉള്ള അസുഖമാണിത്.
അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോ ഞാൻ ഈ പറഞ്ഞ മോര് കാച്ചിട്ട് കൊഴുപ്പുളി അല്ലെങ്കിൽ ഇറക്കിയാലും കുറച്ചും വായിൽ പിടിച്ചു വെച്ചിട്ട് ഇറക്കിയാലും കുഴപ്പമൊന്നുമില്ല, അത് മാറാവുന്നുള്ളൂ. ഇനി അതല്ല നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ ഡോക്ടറെ കണ്ടതാണെങ്കിൽ പോലും നീണ്ടു നിൽക്കുന്ന 2 ആഴ്ച 3 ആഴ്ചയോളം നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ക്യാൻസർ ടെസ്റ്റ് ചെയ്യണം. കാരണം ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആയതുകൊണ്ട് ആണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് സിംറ്റം, അതുപോലെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്ക് വെയിറ്റ് ലോസ് വരുന്നുണ്ട്, ഒരുപാട് വെയിറ്റ് കുറയും പെട്ടെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ നമുക്ക് ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടാവും നമുക്ക്. വിശക്കണില്ല, അങ്ങനെ വിശക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ വിശക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ നമുക്ക് ഇപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊരു ഫീൽ തോന്നും. അപ്പൊ അതൊക്കെ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓൺകോളജിസ്റ്റിനെ കാണാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു മോര് കാച്ചി കഴിച്ചാൽ മാത്രം മതി, ഒറ്റ ഒരു ദിവസം കൊണ്ട് ഇത് മാറും. ഓക്കെ, അപ്പോ ഇനി അടുത്ത ടിപ്പുമായിട്ട് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഞാനത് എങ്ങനെ പരിഹരിച്ചെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖത്തെ പറ്റി അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും, കാരണം എന്റെ ഓർമ്മയിലുള്ളതാണ് ഞാൻ ഈ വന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ് എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അതുപോലെ നമ്മൾക്ക് അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പാടുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ അറിവ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ, ഒന്ന് ഷെയർ ചെയ്ത് കാണാം. ഓക്കെ, ബൈ.